5 വർഷം കൊണ്ട് 100 പാലം നിർമ്മിക്കുക എന്ന തീരുമാനം 3.5 വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കിയതായും ഒട്ടേറെ പ്രതിസന്ധികൾ മറികടന്ന് പൂർത്തിയാക്കിയ അഞ്ചുമനപ്പാലം നാടിന്റെ വികസനത്തിന് ആക്കം കൂട്ടുമെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് വൈക്കം വെച്ചൂർ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കിഫ്ബി ധനസഹായത്തോടെ 4.02 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കുടവെച്ചൂർ അഞ്ചുമനപ്പാലത്തിന്റെയും ആധുനിക രീതിയിൽ BMBC നിലവാരത്തിൽ നവീകരിച്ച വൈപ്പിൻപടി TV പുരം റോഡിന്റെയും നവീകരണ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈക്കം വെച്ചൂർ റോഡിന്റെ വികസനം പൂർണ്ണമായ രീതിയിൽ യാഥാർത്ഥ്യമാവുകയാണെന്നും പ്രധാന ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് വികസനം യാഥാർത്ഥ്യമാവുന്നതോടെ ടൂറിസം മേഖലയും വികസിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മെയ് 20 ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്നാണ് നിശ്ചയിച്ചത്. തുടക്കത്തിലെ ഓരോ മാസവും പാലങ്ങളുടെ അവലോകന യോഗത്തിന് വേണ്ടി പ്രത്യേക സംവിധാനമുണ്ട്. ഭരണാനുമതി കിട്ടേണ്ടത്, ഭരണാനുമതി കിട്ടി സാങ്കേതിക അനുമതി കിട്ടാൻ പ്രയാസപ്പെടുന്ന വിഷയങ്ങൾ പരിഹരിക്കേണ്ടത്, സാങ്കേതിക അനുമതി കിട്ടി പ്രവൃത്തിയിലേക്ക് എത്തേണ്ടതിൻ്റെ തടസ്സം നിൽക്കേണ്ടത്, പ്രവൃത്തി ആരംഭിച്ച് പല കാരണത്താൽ മെല്ലെ പോക്കുള്ള നിർമ്മാണങ്ങൾ, ഇതൊക്കെ വേറെ വേറെ തിരിച്ച് എല്ലാ മാസവും 100 എന്ന ലക്ഷ്യത്തിലെത്താൻ, പാലങ്ങളുടെ കാര്യത്തിൽ സെഞ്ചുറി അടിക്കാൻ 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ എന്നുള്ളത് ലക്ഷ്യത്തിലെത്താൻ അതിൻ്റെ ഇരട്ടി ടാർഗറ്റ് ഇട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ 3.5 വർഷം നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുക എന്നുള്ള ലക്ഷ്യം 3.5 വർഷം കൊണ്ട് തന്നെ യാഥാർത്ഥ്യമാക്കാനായി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ. അഞ്ചുമനപ്പാലത്തിന് സമീപത്തും TV പുരം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലും വെച്ച് നടന്ന ചടങ്ങുകളിൽ CK ആശ MLA അധ്യക്ഷത വഹിച്ചു. നമ്മളെല്ലാവരും നടക്കാൻ തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ 2016 ഇടതുപക്ഷ സർക്കാർ ഈ കേരളത്തിൽ അധികാരത്തിലേറിയപ്പോൾ നമ്മുടെ സാമ്പത്തിക മേഖല വളരെയേറെ ദുർബലമായിരുന്നു. എന്നാൽ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന സഹാബ് തോമസ് ഐസക് എന്ന മഹാനായ ധനതത്വ ശാസ്ത്രജ്ഞന്റെ ബുദ്ധിയിൽ ഉദിച്ച ഏറ്റവും വലിയ ഒരാശയം കിഫ്ബി എന്ന ആശയത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ 9 വർഷക്കാലമായി കേരളത്തിൽ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ, അത് ദേശീയപാതയായാലും തുറമുഖങ്ങളായാലും വിമാനത്താവളങ്ങളായാലും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, വൈക്കം നഗരസഭാ അധ്യക്ഷ പ്രീത രാജേഷ്, വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ബിജു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KR ശൈലകുമാർ, ശ്രീജി ഷാജി, കേരള റോഡ് ഫണ്ട് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ B ദീപ, പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K ജോസ് രാജൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെ നിരവധി പ്രദേശവാസികൾ ഉദ്ഘാടനത്തിന് പങ്കെടുത്തു. വിഷൻ ന്യൂസ്, വൈക്കം.